ഇതൊക്കെ നോക്ക് മുളകടി. പഴുത്ത മാങ്ങ. ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ളോഗ്. എനിക്ക് കുറച്ചായിട്ട് 2 മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2 മാങ്ങ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കുറേ എണ്ണം പെറുക്കിയിട്ട് ഉപ്പും മുളക് ഇട്ടിട്ട് എല്ലാവർക്കും കൊടുക്കാം കേട്ടോ. വീട്ടിലുള്ള മാങ്ങയൊക്കെ പഴുത്തതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയോ? ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് 1 കൊല്ലം കഴിഞ്ഞ് എൻ്റെ ഫസ്റ്റ് വീഡിയോയിലുണ്ട് മാങ്ങ എന്താണ് കണ്ടോ, ഈ മാങ്ങ. അപ്പോൾ എനിക്ക് 2 എണ്ണം കിട്ടിയുള്ളൂ. താഴെ ഈ മാവിൻ്റെ ചോട്ടിലൊക്കെ പോയി നോക്കാം, അവിടെ ഇനി മാങ്ങ ഉണ്ടോന്നൊക്കെ ഒന്ന് തപ്പിയിട്ട് വരാം. ഇതാ ഇവിടെ ഒരു മാങ്ങ മരം, പിന്നെ അവിടെ ഒരു മാങ്ങ മരം. ആ മാങ്ങ മരത്തിൽ നിന്നാണ് എനിക്ക് കിട്ടിയത് ഈ 2 മാങ്ങ. ഇവിടെ ഉണ്ടോ നോക്കി നോക്കാം. ഇവിടെ നടക്കണേക്ക് എനിക്ക് ചെറിയ പേടിയാണ്, വലിയ പാമ്പുണ്ടല്ലേ. ഈ മാങ്ങ വീഴാനായിട്ടില്ല തോന്നണേ, അധികം പഴുത്തിട്ടില്ല തോന്നണേ. നല്ല ബിരിയാണീൻ്റെ വേണോ? ഇത് മറ്റേ ബിരിയാണിയിലൊക്കെ ഇടണ ഇലല്ലേ, ഇതുണ്ടോ? ഇന്നലെ രാത്രി ഇന്ന് ഉച്ചയ്ക്കൊക്കെ വീഴുന്ന സൗണ്ട് കേട്ടപ്പോൾ അപ്പോഴേ ഞാൻ വിചാരിച്ച രാവിലെ നേരത്തെ വന്നിട്ട് മാങ്ങ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ പെറുക്കണം എന്ന് വിചാരിച്ചാ. ആകെ 2 എണ്ണം കിട്ടിയിട്ടുള്ളൂ. ഇനി നോക്കി നോക്കാം മാങ്ങ ഉണ്ടാകുമ്പോൾ എന്തോ അറിയില്ല. ഈ ഉണങ്ങിയ പുല്ലൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ്, പാമ്പുണ്ടെന്ന് വിചാരിച്ചിട്ട്. പഴുത്തതാണ് തോന്നണത്. ഇതെന്തോ ഇവിടെ നല്ല വെട്ടൽ വെട്ടിയിട്ടുണ്ട്. അതാ അവിടെ ഒന്ന് പഴുത്തിക്കണ തോന്നണേ. വീണിട്ട് 2-3 ദിവസം കഴിഞ്ഞ് തോന്നണേ. നാശമായിട്ടുണ്ടാവും തോന്നണില്ല. അവിടെ മാങ്ങ കാണുന്നുണ്ട്, അത് കാണുന്നുണ്ടോ? അവിടെ ഒരു മാങ്ങ കാണുന്നുണ്ട്. ഇന്നലെ രാത്രി കുറേ വീണ സൗണ്ട് കേട്ട് അത് ഇവർ രാവിലെ എണീറ്റിട്ട് പെറുക്കിയെന്ന് തോന്നണേ. ഞാൻ കുറച്ച് നേരം വൈകിട്ട് എണീറ്റേ. നേരത്തെ എണീക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഉറങ്ങിയത് 3 മണിക്ക്. ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് അപ്ലോഡ് ആക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ ഉറങ്ങിയത്. ഇതിപ്പോൾ എല്ലാം കൂടി 4 മാങ്ങ ആയിട്ടുണ്ട്. ഇനി വാ നമുക്ക് ഉപ്പും മുളക് ഇട്ടിട്ട് എല്ലാവർക്കും കുറച്ച് കൊടുക്കാം. കുറച്ച് ഉണ്ടാവില്ല തോന്നുന്നില്ല, ചെറിയ മാങ്ങയാണ്. ഞാൻ മുറിച്ചിടാം നമുക്ക്. ആദ്യം മാങ്ങ കഴുകി കഴിഞ്ഞിട്ട് മുറിച്ചിട്ട് ഉപ്പും മുളക് ഇട്ടിട്ട് അടിപൊളിയാക്കാം കേട്ടോ. ഇതിൻ്റെ കറിയൊക്കെ ഉണ്ടോ ഈ ഭാഗത്തിൻ്റെ? അത് മാത്രമല്ല നല്ല ചളിയുണ്ട് കേട്ടോ. അത് ഞാൻ ഇത് കഴുകിയിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പീസാക്കിയിട്ട് അടിപൊളിയാക്കാം. ട്രെയിലൊരു പീസ് ഉണ്ടാവും അവിടെ കേട്ടോ. നല്ല മഴയുണ്ട്. ഒരു പൂവിൻ്റെ ഒരു ചൊവ്വ ചെറുതായിട്ട് പുളി പോലെ ഉണ്ട്. പിന്നെ നല്ല സ്മൂത്തായിട്ട് അടിപൊളിയാണ്. ഇത് ഇനി മുറിക്കാണ്ട് അത് കഴിഞ്ഞിട്ട് ഉപ്പും മുളക് ഇട്ടിട്ട് എല്ലാവർക്കും കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് അമ്മയുടെ അടുത്ത് അമ്മയ്ക്ക് കൊടുക്കാം. അച്ഛൻ ഉറങ്ങുകയാണ്. എന്നിട്ട് അച്ഛനെ വിളിച്ചിട്ട് 2-3 പീസ് കൊടുക്കാം, അല്ലെങ്കിൽ എടുത്തിട്ട് കൊടുക്കാം. അച്ഛൻ എനിക്കുമ്പോൾ നോക്കും. ഒരാൾക്ക് 4-5 പീസ് വെച്ച് എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഒന്നിച്ച് മൊത്തം തികയെന്ന് തോന്നില്ല. ഇവിടെ 4, 6 അല്ല 4, 5, 6, 7 ആൾക്കാരുണ്ട്. ഫസ്റ്റ് അമ്മയ്ക്ക് കൊടുത്തിട്ട് വരാം, എന്നിട്ട് ബാക്കി എല്ലാവർക്കും കൊടുക്കല്ലേ. ഞാൻ അടുത്ത് തിന്നിട്ട് പറയാം എങ്ങനെയുണ്ട്. ഞാൻ പിടിച്ചോ നമ്മളെ അടുത്തുനിന്ന് കുരു എന്ത് ചെയ്യാനാ? മൊത്തം കുരുവായിപ്പോയി. മൊത്തം കുരു ഉണ്ട്. അത് മൊത്തം നിന്ന് അവർക്ക് കൊടുക്കട്ടെ. എന്നാ മൊത്തം വെറുതെ എൻ്റെ കുറച്ച് അത് കിട്ടിയിട്ടുള്ളൂ. നിങ്ങൾ രാവിലെ പെറുക്കിയില്ല എല്ലാവരും? 3 എണ്ണം പെറുക്കി രാവിലെ. വെറുക്കില്ല. നീ അടുത്ത ആള് വരാം. അച്ഛാ മാങ്ങ എടുക്കട്ടെ, മാങ്ങ. ഫോൺ എടുത്തരാ തിന്ന് ആദ്യം. ആ കറക്റ്റ് അങ്ങോട്ട് വലിച്ചിട്ടോ. ഇത് ഇരുട്ടായിട്ട് മൊത്തം. ഇവരുടെ നീ പറയാ മാങ്ങേനെ പറ്റി നീ പറയാ. അടിപൊളി മാങ്ങ. അടുത്തേ ഇത് നമ്മളെ മാങ്ങ. സൂപ്പറാണ്, വേറെ ഒന്നും പറയാനില്ല.
കിങ്ങിണിക്കുള്ള നന്ദുവിനുള്ള കയ്യിലുണ്ട് കേട്ടോ. കിങ്ങിണിയല്ല, നന്ദു മൊബൈൽ കളിച്ചിട്ടുണ്ട്. കിങ്ങിണി കടന്ന് ഉറങ്ങാണ്. മാങ്ങണ്ടി അതെനിക്ക് വേണം കേട്ടോ. അച്ഛൻ ഇത് കുറച്ചുള്ളല്ലോ. ഞാൻ ഒരു മാങ്ങണ്ടി തരട്ടെ. ആ ഇത് പ്ലേറ്റ് പിടി. അതൊന്നിട്ട് ആ പ്ലേറ്റ് കാസാരായിട്ട് വെച്ചു. പൊരിച്ച കോഴി. ഇത്ര ചെറിയ എന്ത് കോഴിയാട്ടെ. ഓ അയ്യോ പുളിയുണ്ടോ അത്? ഓ അഴിച്ചെടിയുണ്ട് കോച്ചാറൂമില്. 30 ക്യാമറയുടെ ഫ്രണ്ടിക്ക് വരും തോന്നില്ല. ക്യാമറ കൊണ്ട് കൊണ്ടുപോകണില്ല. ഞാൻ 30 2 3 കൊണ്ടുപോയി കൊടുക്കട്ടെ. ക്യാമറ കൊണ്ട് പോയോ വലിച്ചെടി വലിച്ചെടി. എന്താ മാങ്ങ പഴുത്ത ഉപ്പുമുളക് ഇട്ട മാങ്ങ ഇവിടുത്തെ. അത് തന്നെ എനിക്കാകെ 2 മാങ്ങാണ്ടി ഉണ്ട്. 2 മാങ്ങാണ്ടി. എന്താ ഇതാ 2 മാങ്ങാണ്ടി കേട്ടോ ആകെ. ഇതിപ്പോ രണ്ടും ഒരു 4 മാങ്ങ. അത് ഒന്ന് നാശമായി. 3 എല്ലാവർക്കും വിധിച്ചു ഞാൻ. ആലോചിച്ച് നോക്ക്. എന്നിട്ട് അമ്മ 3 കിട്ടിയിട്ട് ആർക്കും കൊടുത്ത് മഞ്ഞ കളറാണുള്ള കാണുകാരില്. അപ്പൊ ഞാനൊക്കെ നോക്കി വെറുതെ ആവശ്യമില്ലാതല്ലേ ഇവിടെ ഇങ്ങനെ വെറുതെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ കുരു വന്നു. ആ എനിക്കറിയില്ല. ഞാൻ എന്തായാലും മാങ്ങണ്ടിയോ ഇത് ഞാൻ തിന്നിട്ടില്ല. അതിൽ നിങ്ങൾ രാവിലെ തിന്നല്ലേ. ഞാൻ നോക്കി 2 കിട്ടി. അത് എല്ലാവർക്കും കഴിച്ചു. ആകെ കിട്ടി എനിക്ക് ലാസ്റ്റ് മാങ്ങണ്ടി. കിട്ടിയാ അവിടുത്തെ. ആഹാ ഇതൊക്കെ നോക്ക് മുളകടി. ഓ പഴുത്ത മാങ്ങ. ഹാ വേണ്ട തമിഴ്നയിലാവട്ടെ കേട്ടോ. തമിഴ്നയിൽ നിങ്ങൾക്ക് പോസ് കട്ടെ. ആ പോസായോ? 2 വാങ്ങേണ്ട കയ്യിൽ തിന്നാൻ കിട്ടിയില്ല. അടിപൊളിയായിരുന്നു. നമ്മത് പിന്നെയും പറിക്കാൻ വേണ്ടി നിൽക്കണം അമ്മ. പറിക്കണ്ടോ? പഴുത്തുണ്ടാവും. മറ്റേ തോട്ടിയൊക്കെ തോട്ടിക്കൊണ്ട് ശ്രീകൂടും കുറച്ച് നേരത്തെ വരികയാണെങ്കിൽ നിനക്ക് വാങ്ങുന്നായിരുന്നു. നീ ഇപ്പോഴൊക്കെ എണീറ്റ് വന്നിട്ട് ഒരു വൈഡ് ആംഗിൾ ലെൻസ് ഉള്ളൊരു ഫോൺ മേടിക്കണമെന്നുണ്ട്. നോക്കട്ടെ. അച്ഛ വൈകുന്നേരം വരുന്നു നടക്കണം. പറ്റുകയാണെങ്കിൽ നാളെ പണിക്ക് പോകണമെന്നുണ്ട്. 1 മാസം പോയാൽ അത്രയും പൈസ ഉണ്ടാക്കാം. ഒരു ദിവസം 600 ഉണ്ട്. അപ്പോൾ നോക്കാം. ചിലപ്പോഴേ പോവുള്ളൂ, ഉറപ്പില്ല. അല്ലെങ്കിൽ ഈ ഫോണിൽ തന്നെ വല്ല സെറ്റ് ആക്കേണ്ടി വരും. ഈ ഫോണിൽ തന്നെ മറ്റേ ക്യാമറ ഫ്രെയിമിങ്ങോ പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ പറയണില്ലേ. അങ്ങനത്തെ കുറേ കാര്യങ്ങളും ഈ മൊബൈലിൽ തന്നെ സെറ്റാക്കി വ്യൂസ് കിട്ടാൻ തുടങ്ങിയിട്ട് മാറ്റണോ അതോ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നമ്മളെവിടെ പിന്നെ എത്താത്ത അല്ലേ? സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ്. സപ്പോർട്ട് ചെയ്താൽ കേട്ടിട്ട് ആവും. അടിപൊളിയാവും. ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാ ഒന്ന് പറയേ. കടിയാക്കൂല. പറയാ ക്യാമറ ഇതാ. പറയാ സബ്സ്ക്രൈബ് എന്ന് പറയാം. ഞാൻ ഒരു വട്ടം സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ കുറേ എന്നൊക്കെ പറയുന്നത് ശ്രീകോട് ഒരു വട്ടം അവൻ പറയൂല. പാമ്പോ എവിടെ? ഏത് കൊത്ത്? ആ മീനെ പിടിക്കാൻ വരുന്നത്. മീനല്ല പാമ്പ്. അത് ആ വേറെ ഏതാ മീനെ പുറത്തേക്ക് ഇട്ടത് അല്ലേ? പൊത്തിൻ്റെ ഉള്ളിൽ നിന്നല്ലേ? സോ ഗൈസ് നമ്മളെ വ്ളോഗ് എവിടെ നിന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുക കേട്ടോ. ഇപ്പം തന്നെ എഡിറ്റ് ചെയ്തുകൊണ്ട് വേറെ 2ാമത്തെ വ്ളോഗ് എടുക്കണമെന്നുണ്ട്. ഒരു ദിവസം മൊത്തം വ്ളോഗ് എടുക്കണമെന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. ഇപ്പോഴത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എനിക്ക് പുതിയ മൊബൈലൊക്കെ എടുക്കാനുള്ള വൈഡ് ആംഗിൾ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി കവർ ചെയ്താൽ കിട്ടും. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് സിമ്പിളായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. ബാക്കി
അടുത്ത വ്ളോഗ് കാണാം കേട്ടോ.